ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 29. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശേധന അത്രേ പരിശേധന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. സ്തോത്രം. ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ബൈ ദ സ്പിരിറ്റ് ആൻഡ് നോട്ട് ബൈ ദ ലെറ്റർ. അക്ഷരത്തിലല്ല ആത്മാവിൽ. സ്തോത്രം. കഴിഞ്ഞ ദിവസം വൈകിട്ട് AGMDC അവരുടെ ചെയിൻ പ്രയർ ഉണ്ടായിരുന്നല്ലോ, അതിനുവേണ്ടി തന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ അത് വായിച്ചപ്പോൾ അതിൽ നിന്നും ആ ആലോചന നമുക്ക് അത്യാവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിച്ചതിനെ തുടർന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അക്ഷരത്തിലല്ല ആത്മാവിനാലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രത്യേകമായിട്ടും അവിടുത്തെ ആചാരങ്ങൾ, അല്ലെങ്കിൽ അവിടെ സഭ വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സഭയാണ്. ആ സഭ അതിൻ്റെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് അറിഞ്ഞ് കേട്ട് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് പല കാര്യങ്ങൾ ഈ റോമർക്ക് എഴുതിയ ലേഖനം. എന്നാൽ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ് പരിച്ഛേദന. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അറിയാം, സാധാരണ പോകുന്നത് ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസിലാണ് ഒട്ടനവധി ഈവൻ ഭക്തർ എന്ന് പറയുന്നവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റൂട്ടീൻ ആയിട്ട്, റിച്വലായിട്ട്, അതായത് ഒരു ആചാരമായിട്ട്. ഇതിപ്പം നമ്മൾ പറയുക ആചാരം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും അത് മറ്റ് സഭകളാണ്, നമ്മളൊന്നും അല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ വെറും റൂട്ടീനായിട്ട്, ഒരു ആചാരമായിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ജസ്റ്റ് പിന്തുടരുകയാണ്. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് തന്നതിനെ നമ്മൾ അങ്ങനെ പിന്തുടർന്ന് പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കാം, ഒരുപക്ഷെ ഗ്രഹിക്കാതെ ഇരിക്കാം. എന്നാൽ കാണുമ്പോൾ അങ്ങനെ ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായിരുന്ന പൗലോസിനെ വളരെ താല്പര്യത്തോടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, അവരോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ആചാരമാണോ, അല്ലെങ്കിൽ പാരമ്പര്യം പിന്തുടരുന്നതാണോ, അതോ ഒരു ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വ്യത്യാസം. കാരണം ഈ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ആചാരം അല്ലെങ്കിൽ പാരമ്പര്യം പിന്തുടരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് കാണാവുന്നതാണ്, അവർക്ക് വിലയിരുത്താവുന്നതാണ്. അവർ അത് കണ്ട് അവർ പറയും നല്ലതാണ്, അവർക്ക് പ്രശംസിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനെ പുകഴ്ത്തി പറയുവാനായിട്ട് അവർ പുറമേയുള്ള ഔട്ട്വേർഡ് അപ്പിയറൻസിന് നോക്കുന്നു. ഇവിടെ ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ഔട്ട്വേർഡ് അപ്പിയറൻസിനെയാണ്. അത് മനുഷ്യരാൽ പ്രശംസ ലഭിക്കുവാൻ തക്കവണ്ണം വളരെ നല്ലതാണ്. നമുക്ക് പഴയ നിയമത്തിലെ അന്നത്തെ ആചാരങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അതവർ ഫോളോ ചെയ്യുന്നതിൽ ഒരുവൻ ഭക്തനാണോ എന്നുള്ളത് നോക്കിയാൽ അവൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ എത്ര യാഗം കഴിക്കുന്നുണ്ട്, അവൻ കൊണ്ടുവരുന്ന യാഗത്തിൻ്റെ വലിപ്പം എത്രയുണ്ട്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാണ് അവനെ വിലയിരുത്തുന്നത്. ഈ അക്ഷരം കണ്ടാൽ അറിയാം അവൻ ആരാണ്, അവൻ ഭക്തനാണെന്ന്. ഇത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു യേശു വരുന്നത് വരെ. യേശു വന്നപ്പോഴാണ് കാരണം ഉള്ള് അറിയുന്നവൻ വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ
മനുഷ്യനാൽ പ്രശംസ കിട്ടുന്ന ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണോ? പലരും അതുകൊണ്ടാണ് നമ്മളോട് തന്നെ ചോദിക്കണം കേട്ടോ. ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്ന് ഓക്കെ ആയിട്ട് പോകുന്നത് മറ്റുള്ളവരും ഫാമിലി അല്ലെങ്കിൽ ചർച്ച് അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ എന്ന് പറയുന്നത് കൊണ്ടാണോ ഞാനായിരിക്കുന്നത്? അതോ എൻ്റെ ഉള്ളിൽ ഞാൻ ഈ കാണുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന സ്തോത്രം, ഈ പ്രസംഗം അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണോ? അല്ല, എൻ്റെ ഉള്ളിൽ ഒരു ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും അതിനെ വിലയിരുത്തണം. ഇവിടെ പറയുന്നത് ഔട്ട്വേർഡ് ആണെങ്കിൽ മനുഷ്യനാൽ പ്രശംസ ലഭിക്കും, എന്നാൽ ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കത്തുള്ളൂ. നമ്മൾ എന്തെല്ലാം കാണിച്ചാലും ആരൊക്കെ നന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, അതിന് മാത്രമേ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുകയുള്ളൂ. ദൈവവചനം വളരെ വ്യക്തമായിട്ട് അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ റോമസഭയ്ക്കാണ് എഴുതുന്നത്. എന്തുകൊണ്ടാണ് എഴുതാൻ കാരണം? ഈ റോമസഭ എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭയല്ല. പലയിടങ്ങളിലും പൗലോസ് യാത്ര ചെയ്ത്, അപ്പസ്തോലൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നവരും പൗലോസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഈ അപ്പസ്തോലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭ, അവർ കുറച്ചും കൂടി അപ്പസ്തോലന്മാർ അതേക്കുറിച്ച് കാര്യങ്ങൾ ആധികാരികമായി പറഞ്ഞും പഠിപ്പിച്ചുമാണ് അവരെ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ റോമസഭ അങ്ങനെയല്ല. ഒന്നുകിൽ പെന്തക്കോസ്ത് നാളിൽ ആത്മാഭിഷേകം പ്രാപിച്ച് കടന്നുപോയ ചില വിശ്വാസികൾ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ, മെമ്പേഴ്സ് ആരംഭിച്ചിട്ടുള്ള ഒരു സഭയാണ് റോമസഭ. പൗലോസും സ്ഥാപിച്ചിട്ടുള്ളതല്ല. അവിടേക്ക് ആളുകൾ പലരും വന്നു പോയിട്ടുണ്ട്. അവിടെ അധികവും ജെൻറ്റൈൽസാണ്, കുറച്ച് മാത്രം യഹൂദരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സഭയിലേക്ക് പൗലോസ് ഇതുവരെ പോയിട്ടുമില്ല. എന്നാൽ അവരെക്കുറിച്ച് അറിഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് ചില സത്യങ്ങളിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് ഈ എഴുത്ത് എഴുതുന്നത്. 2 പ്രധാന വിഷയങ്ങളാണ് അവരെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ദ ഡേഞ്ചർ ഓഫ് ഔട്ട്വേർഡ് പെർഫോമൻസസ്. അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ പറയുകയാണ്. റിച്വൽസ് വിത്തൗട്ട് ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഉള്ളിൽ മാനസാന്തരം, വ്യത്യാസങ്ങൾ വരാതെ നമ്മൾ ഔട്ട്വേർഡ് അപ്പിയറൻസ് കാണിക്കുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ. നമ്മളെല്ലാവരും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. എന്നാൽ നമ്മൾ കൈകൾ വീശിക്കൊണ്ടും കൈകൾ അടിച്ചുകൊണ്ടും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയുമൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും നമ്മളത് ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. എന്നാൽ നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ്, എൻ്റെ അടുത്തിരിക്കുന്നവൻ അത് കാണുന്നുണ്ട്, അവൻ കാണുന്നതിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ പറയട്ടെ, ദൈവനാമം മഹത്വപ്പെടുകയല്ല, മറിച്ച് ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. ഡിസ്ഹോണർ ഗോഡ്. നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് എൻ്റെ തൊട്ടുള്ളവൻ ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിന് എന്താണ് യോഗ്യത? ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഉള്ളിലെ മാറ്റത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹല്ലേലൂയ പ്രവൃത്തികളെ, അതെല്ലാം ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ആ പുതുക്കത്തെയാണ് ഇവിടെ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത്. നമ്മളെക്കുറിച്ച് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തെക്കുറിച്ച് അറിയുന്നവരായിട്ട്. അല്ലേ, ന്യായപ്രമാണം, പഴയ നിയമത്തിലെ ആളുകൾ, അവർക്ക് വളരെയധികം ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചതാണ്. അവർക്കെല്ലാവർക്കും അറിയാം. എംബോഡിയിങ് ദ ലോ, അവർ അതനുസരിച്ച് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ അറിയണം. യേശുവിന് നല്ലപോലെ അറിയണം, ദൈവത്തെ നല്ലപോലെ അറിയണം, പിതാവിനെ, പരിശുദ്ധാത്മാവിനെ നല്ലതുപോലെ അറിയണം, ആ യേശുവിനെ വഹിക്കുന്നവരായിരിക്കണം. പഴയ നിയമത്തിലും അവർ എംബോഡിയിങ് ദ ലോ, നിയമത്തെ അവർ മുഴുവനായിട്ടും കൊണ്ടു നടക്കുന്നവരായിട്ട് ആയിരിക്കുവാൻ തക്കവണ്ണം, സത്യം എന്താണെന്നും
അറിഞ്ഞവരായിട്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അന്നും ഇന്നും ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തെ അറിഞ്ഞവർ, അവൻ്റെ കൽപ്പനകളും കൊണ്ട് നടക്കുന്നവർ, അനുസരിക്കുന്നവർ, അതുപോലെ ചെയ്യുന്നവർ, യാഗങ്ങൾ കഴിക്കുന്നവർ എന്തു ചെയ്യണം? കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവരായിട്ട്, വഴികാട്ടിയായിട്ട് ഇരിക്കേണ്ടുന്നവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും. അപ്പോൾ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം. ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ന്യായപ്രമാണം നല്ലതുപോലെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് എന്തു വേണം? ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടന്മാർക്ക് വഴി കാട്ടുന്നു. അപ്പോൾ നിനക്ക് ചിലത് ലഭിച്ചത് കൊണ്ട് നീ ആരായിരിക്കണം? കുരുടർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. എന്നെ നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം, ഞാൻ അവനെ അറിയണം, സത്യത്തിൽ നടക്കണം, അത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം, അവനെ സ്നേഹിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. കുരുടർക്ക് വഴികാട്ടിയായിട്ട് ദൈവം എന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അടുത്തത് വായിച്ചാട്ടെ, അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. അപ്പം കണ്ണു കാണാത്ത അല്ലെങ്കിൽ അറിവില്ലാതെ ഇരിക്കുന്നവർക്ക് അറിവ് കാണിച്ചു കൊടുക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുപോലെ ഇവിടെ പറയുന്നു, പറഞ്ഞെന്താണ്? ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്, ടീച്ചിങ് ദ ചിൽഡ്രൻ, ദ യങ് വൺസ്. ഇതിനാണ് ദൈവം നമ്മെ എല്ലാവരെയും ആക്കി വച്ചിരിക്കുന്നത്. ന്യായപ്രമാണം കൊടുത്ത് അത് പാലിക്കുന്നവരും ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തെ സത്യത്തിൽ അറിഞ്ഞ് അവനെ സ്നേഹിക്കണം, ആരാധിക്കണം എന്നുള്ളത് ഒന്ന്. രണ്ടാമത് എന്താണ്? സ്തോത്രം. കുരുടർക്ക് വഴികാട്ടിയാകണം എന്ന് വെച്ചാൽ അറിവില്ലാത്തവർക്ക്, ബോധ്യമില്ലാത്തവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. മൂന്നാമത്, ചുരുക്കി പറഞ്ഞാൽ അടുത്ത തലമുറകളിലേക്ക് നിങ്ങൾ അറിവ് പകരേണ്ടുന്നവരാണ് എന്ന് വെച്ചാൽ അവരെ വളർത്തിയെടുക്കേണ്ടുന്നവരാണ്. സ്തോത്രം. ഈ 3 ഉദ്ദേശത്തോടു കൂടിയാണ് ന്യായപ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ വിളിച്ചതും ഇതിനു വേണ്ടിയാണ്. 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന്, അവൻ്റെ ഇഷ്ടം, ആ സത്യം എന്താണെന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുക. 2, കുരുടർക്ക് വഴികാട്ടിയായിരിക്കുക, അറിവില്ലാത്തവരെ സഹായിക്കുക, അവർക്ക് ഹെൽപ്പായിട്ടിരിക്കുക. 3, അടുത്ത തലമുറയെ വളർത്തിയെടുക്കുക, കർത്താവിൽ വളർത്തിയെടുക്കുക. ഇത് ചെയ്യുവാൻ വേണ്ടിയാണ് ന്യായപ്രമാണ സംബന്ധമായും അല്ലെങ്കിൽ യേശുവും കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായിരിക്കുന്നത്. നാം ഇത് ഔട്ട്വേർഡ് അപ്പിയറൻസ് ആയിട്ട് ചെയ്താൽ അതെന്താകുന്ന പറയുന്നത്? ദൈവനാമത്തിന് മഹത്വം വരുന്നതിന് പകരം അത് അപമാനമായി തീരും. സ്തോത്രം. എന്തുകൊണ്ടാണ് അതെന്ന് ഇവിടെ പറയുന്നുണ്ട്. 23, 24 ഒന്ന് വായിച്ചാട്ടെ. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നല്ലത് എന്ന് ചിന്തിച്ചതാണ്. ന്യായപ്രമാണം അറിയുന്നയാളാണ്, അറിയാത്ത ആളെ കുറിച്ചല്ല പറയുന്നത്. ജെൻറ്റയലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ന്യായപ്രമാണം നല്ലതുപോലെ അറിയാം, സത്യം എന്താണെന്ന് അറിയാം, ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ലഭിച്ചവനോട് പറയുകയാണ്, നീ ഇത് ഔട്ട്വേർഡ് അപ്പിയറൻസ് മാത്രമാക്കി കൊണ്ടു നടന്നാൽ, ഹല്ലേലൂയ, ദൈവത്തിന് മാനം ലഭിക്കുന്നതിന് പകരം അപമാനമാണ് ലഭിക്കുന്നത് എന്ന് നീയും ഞാനും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്തോ ചെയ്യണം? ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഈ വ്യത്യാസം, ഈ ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ, ഇത് നമുക്ക് എങ്ങനെ സംഭവിക്കുന്നു? പഴയ നിയമത്തിൽ വീണ്ടും നമുക്ക്, പഴയ നിയമത്തിൽ ഇതേക്കുറിച്ച് അധികം പറയുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇവിടെ അപ്പോസ്തലനായിരുന്ന പൗലോസ് ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുന്നത്? പഴയ നിയമത്തിൽ ഇങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവെന്ന് പറയുന്നത് കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി കാണിച്ചു തന്ന മാതൃകയാണ്. ഹല്ലേലൂയ.
അത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഹൃദയ പരിച്ഛേദനയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പഴയ നിയമത്തിലില്ല. പഴയ നിയമത്തിലുള്ള പരിച്ഛേദനയുണ്ട്, സർക്കംസിഷൻ. അത് ഏറ്റവരെ എല്ലാം യഹൂദനെന്ന് എണ്ണി. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ പരാജയത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായിരുന്ന പൗലോസ് പ്രതിപാദിക്കുന്നത്. അത് പഴയ നിയമത്തിലെ ആൾക്കാരോട് അവരുണ്ട്, എന്നാൽ അവരോട് പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾ ഇനി അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് വേണ്ടത് ശരീരത്തിൻ്റെ പരിച്ഛേദനയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? 28-29 വാക്യങ്ങൾ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ദൈവം പഴയ നിയമത്തിൽ നിയമവും ആചാരങ്ങളും കൊടുത്തപ്പോഴും ദൈവം ആഗ്രഹിച്ചത് അവൻ്റെ ഉള്ളിൽ ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ വന്ന് അത് ഔട്ട്വേർഡ് അപ്പിയറൻസായി കാണും എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ട് പറയുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. എന്ന് വെച്ചാൽ അവർ ചിന്തിച്ചു 8-ാം ദിവസം പരിച്ഛേദനയേറ്റാൽ അവൻ യഹൂദനായി. അല്ല, അതുകൊണ്ടാണ് പൗലോസും പറയുന്നുണ്ടല്ലോ, ഞാനും യഹൂദനാണ്. എന്ത് കാര്യത്തിലാണ് പറയുന്നത്? പരിച്ഛേദന ഏറ്റു എന്ന ഒറ്റ കാരണം കൊണ്ട്. ദൈവം ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് യഹൂദൻ ആകുന്നില്ല. പിന്നെയോ, വായിച്ചട്ടെ. പുറമേ ജഡത്തിനുള്ളത് പരിച്ഛേദനയുമല്ല. പുറമേ അതിനെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നു പോലുമില്ല. ഇനി അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അവിടെ പറയുന്നുണ്ട്, നമ്മൾ വായിച്ചാൽ അറിയാം. ഇപ്പോൾ നിയമത്തിലെ കാര്യങ്ങൾ പരിച്ഛേദന ഇല്ലാത്തവനായിരുന്നാൽ കൂടെ അവൻ നിയമകാര്യങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവനെയാണ് ദൈവം മാനിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ചർച്ചിൽ വന്നു, പെന്തക്കോസ്ത് സഭയിലാണ് പോകുന്നത്, നല്ലൊരു സഭയാണ്, ഈ സഭയെക്കുറിച്ച് നല്ല പ്രോമിസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ അങ്ങ് ആയി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയോടുകൂടെ നാം ആയിരിക്കരുത്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒന്നുണ്ട്, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. അതിനെയാണ് അപ്പോസ്തലനായിരുന്ന പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശോധന അത്രേ പരിശോധന. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ഇതാണ് ദൈവം ഏതു വ്യക്തിയിലും ആഗ്രഹിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ കാതൽ ഇതാണ്. നമുക്കറിയാമല്ലോ, നിക്കോദേമോസിനോട് യേശു മറുപടി പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം കഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോഴുള്ള സുഖസൗകര്യങ്ങൾ ലഭിക്കില്ല. ഇതൊന്നുമല്ല അവിടുത്തെ കാര്യം. എന്താ കാര്യം? സ്വർഗരാജ്യത്തിൽ പോകുമോ ഇല്ലയോ എന്നതാ വിഷയം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ എന്താണ് അവിടുത്തെ വ്യവസ്ഥ? ഒന്നുകൂടെ വായിച്ചാട്ടെ 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. പുതുതായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടിട്ടുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, വലിയ കുഴപ്പത്തിനൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല, പുതു മനുഷ്യനായിട്ടുണ്ടോ? ബോൺ അഗെയിൻ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇത്രയും സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്നത്? അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, എന്ത്? സ്വർഗരാജ്യത്തിൽ പോകുമോ ഇല്ലയോ എന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് ചിന്തിക്കണം. ഇനി അത് തന്നെ 5-ാം വാക്യത്തിൽ ഒന്നുകൂടെ തറപ്പിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. വായിച്ചാട് 5-ാം വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് പറയുകയാണ്. അതേ വിഷയം തന്നെയാണ് പറയുന്നത്. ഇല്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല. എന്ന് വെച്ചാൽ വീണ്ടും ജനിക്കണം,
പുതുമനുഷ്യനാകണം എന്ന് പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് തന്നെയാണ്. ഇത് ഇല്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, അതെങ്ങനെയാണ്? ആത്മാവിലും വേണം, വെള്ളത്തിലും വേണം. വെള്ളം, ഞാൻ ഇങ്ങനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമ്മൾ സ്നാനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അവൻ സ്നാനപ്പെട്ടു, അതുകൊണ്ട് മാത്രമായില്ല. വെള്ളത്തിലും ആത്മാവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലേ? ആത്മാവ് കാണുന്ന വെള്ളത്തിലും കാണാത്ത ആത്മാവിലും നമ്മൾ എന്തോ ചെയ്യണം? വീണ്ടും നമുക്ക് ആ പുതുക്കം വരണം, ജനിക്കണം. വെള്ളത്തിലും ജനിക്കണം, ആത്മാവിലും ജനിക്കണം. അക്ഷരവും വേണം, ആത്മാവും വേണം. സ്തോത്രം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതുജീവൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരുന്ന പത്രോസിൻ്റെ മെസ്സേജ് എന്താണ്? ഒന്നാമത്തെ മെസ്സേജ്, അല്ലേ? ഞാൻ പറയുന്നു ഒന്നാമത്തെ മാർപ്പാപ്പയുടെ മെസ്സേജ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവ് ലഭിക്കും. നിങ്ങൾ വെള്ളത്തിലും നിങ്ങൾ ആത്മാവിലും നിങ്ങൾ ജനിക്കും. അതിനെന്തോ വേണം? മാനസാന്തരം നിങ്ങൾക്ക് വേണം. അങ്ങനെ വരുമ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധ ആത്മാവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഉത്തരം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വേണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കും. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 7:6 ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുകയാണ്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. കാരണം അത് വെറും പുറമേയുള്ളതായി, അതാരും ഏറ്റെടുത്തില്ല. അത് ഏറ്റെടുത്തെങ്കിൽ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തിരിച്ചറിഞ്ഞില്ല, അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇനി പിടിച്ചടക്കിയ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. പുതിയ നിയമ വിശ്വാസിയെ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. കാരണം അത് ആർക്കാണ് ഈ ന്യായപ്രമാണം ഒഴിവ്? ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് മുഴുവനായിട്ടും. എന്താ പറഞ്ഞേ? അല്ലേ? ആത്മാവിൻ്റെ പുതുക്കം. ആ ആത്മാവിൻ്റെ പുതുക്കം സംഭവിച്ചെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ വിടുന്നുള്ളൂ. ഇത് ഈ അക്ഷരവും ഈ ആത്മാവും തന്നെയാണ് 2-ാം അധ്യായത്തിലെ അപ്പോസ്തലനായിരുന്ന പൗലോസ് അവരോട് പറയുന്നത്. നിങ്ങൾ യഹൂദനാണ്, നിങ്ങളെല്ലാം അറിഞ്ഞവരാണ്, പക്ഷേ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊണ്ടുവരേണ്ടുന്നവരാണ്. എന്നാൽ നിങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നു? ദൈവത്തിന് അപമാനം കൊണ്ടുവരുന്നു. കാരണം നിങ്ങൾ ന്യായപ്രമാണം എല്ലാം അറിയുന്നു, എന്നാൽ അതുപോലെ നടക്കുന്നില്ല. നിങ്ങൾക്ക് ഔട്ട്വേർഡ് അപ്പിയറൻസസ് ഉണ്ട്, എന്നാൽ ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ ഇല്ല. നമുക്കങ്ങനെ ആയിക്കൂടാ. ഇത് പറയുന്നത് പുതു നിയമ വിശ്വാസികളോടാണ്. നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. എന്തു വേണം? നമ്മുടെ ഉള്ളിൽ വലിയൊരു വ്യത്യാസമാണ്. ആരാ കൊണ്ടുവരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് കൊണ്ടുവരുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ അവനെ സേവിക്കണം. ഈ ആരാധനയാണ് ആരാധന, ഈ പ്രസംഗമാണ് പ്രസംഗം. ഹല്ലേലൂയ. ഒരു പുതുക്കത്തോടുകൂടെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എന്താണ്? ഹൃദയ പരിച്ഛേദന, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. ഹൃദയ പരിച്ഛേദന എങ്ങനെയാണ്? ഈ ഹൃദയ പരിച്ഛേദന നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയാണ് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന നമുക്ക് ലഭിക്കുന്നത്? അതിന് വേറെ ഒന്നുമല്ല, വിശ്വാസത്താലാണ് നമുക്ക് ഈ പരിച്ഛേദന നമുക്ക് ലഭിക്കുന്നത്. ഹൃദയ പരിച്ഛേദന നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. വാസ്തവത്തിൽ സർക്കംസിഷൻ, പരിച്ഛേദന എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കും പരിച്ഛേദന ഏറ്റവനാണ് യഹൂദനെന്ന്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ പരിച്ഛേദന ഏറ്റവനല്ല യഹൂദൻ. വിശ്വസിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്നവനുള്ള ഒരു അടയാളമാണ്
പരിച്ഛേദന. നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതി, അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അവൻ സർക്കംസിഷൻ ചെയ്യുന്നതിന് മുന്നമേ, പരിച്ഛേദന ഏൽക്കുന്നതിന് മുന്നമേ അവനിൽ ഉണ്ടായിരുന്ന വിശ്വാസനീതി, അവൻ ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഈ വിശ്വാസമാണ് നമ്മെ വാസ്തവത്തിൽ ഹല്ലേലൂയ അത് ഔട്ട്വേർഡ് അപ്പിയറൻസിനും ഹൃദയ പരിച്ഛേദനയ്ക്കും നമ്മെ കൊണ്ടുവരുന്നത്. എന്താണ്? ദൈവവുമായിട്ടുള്ള വിശ്വാസമാണ്. ഇവിടെ ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായ എന്ന് വെച്ചാൽ പരിച്ഛേദനയ്ക്ക് മുന്നേ ഉണ്ടായ എന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസനീതിക്ക് സംബന്ധിച്ച് മുദ്രയായിട്ടാണ് എന്ത് ചെയ്തത്? പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതിനെ ഉറപ്പിക്കുന്നതാണ് പരിച്ഛേദന. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ വാസ്തവത്തിൽ യഹൂദൻ ആരാണ്? ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവനാണ്. അവനാണ് പരിച്ഛേദനയാൽ അടയാളം ലഭിക്കുന്നത്. എന്നാൽ പിന്നെ അത് മാറി 8-ാം ദിവസം പരിച്ഛേദന ഏറ്റാൽ അവൻ എന്തായി? യഹൂദനായിപ്പോയി. എന്നാൽ അബ്രഹാമിന് അങ്ങനെയല്ലായിരുന്നു. അവൻ വിശ്വാസനീതിക്ക് ഒരു മുദ്രയായിട്ടാണ് പരിച്ഛേദന. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിന് മുദ്രയായിട്ട് എന്തു ലഭിക്കുന്നു? പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? നമ്മൾ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിന് മുദ്രയായിട്ട്, വിശ്വാസനീതിക്ക് മുദ്രയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സീല് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. എന്നാൽ അതിലൂടെ എന്തു സംഭവിക്കുന്നു? ഹൃദയ പരിച്ഛേദന സംഭവിക്കുന്നു. ഹൃദയ പരിച്ഛേദന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഹൃദയ പരിച്ഛേദന സംഭവിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ, അക്ഷരത്തിലല്ല, ഔട്ട്വേർഡ് അപ്പിയറൻസിലല്ല, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ, ആത്മാവിനാൽ നമ്മിൽ അതെങ്ങനെ? വിശ്വാസത്താൽ ഹൃദയ പരിച്ഛേദന വന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പുതിയ വ്യക്തിയാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ, സ്വർഗത്തിൽ കടക്കുന്ന കാര്യമാണ് കേട്ടോ, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന കാര്യമാണെങ്കിൽ സാരമില്ല, പോട്ടെ എന്ന് വെക്കാം. എന്നാൽ ഇതല്ല, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഇന്ന് ഹൃദയ പരിച്ഛേദന, അക്ഷരത്തിലല്ല, ആത്മാവിൻ്റെ പരിച്ഛേദന, ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ തന്നെ നമുക്ക് വന്നിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ നോട്ടത്തിൽ വ്യത്യാസങ്ങൾ വന്നേ മതിയാകൂ. അതുകൊണ്ടാണ് നിക്കോദേമോസിനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം, വെള്ളത്തിൽ ജനിക്കണം. നിന്റെ നല്ല പ്രവൃത്തികളൊന്നും കൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ വീണ്ടും ആത്മാവിനാൽ ജനിച്ച് കുറച്ചു ഭാഗം ശുദ്ധിയായതുകൊണ്ട് പറ്റത്തില്ല. നീ മുഴുവനായിട്ട് ഹല്ലേലൂയ നീ ആത്മാവിൻ്റെ നടത്തിപ്പിലായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവ പൈതലാകുന്നുള്ളൂ, എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മുടെ വിശ്വാസം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഹൃദയപരിച്ഛേദന ലഭിക്കുന്നത്? ആത്മാവിനാലാണെങ്കിൽ തന്നെയും നാം എങ്ങനെയാണ് ഈ പരിച്ഛേദന ലഭിക്കുന്നത് അറിയാമോ? കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 11-ാം വാക്യം എന്താ പറയുന്നത്? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. അവന്റെ പരിച്ഛേദന എനിക്കും നിങ്ങൾക്ക് ലഭിച്ചത് അബ്രാഹാമിന്റെ പരിച്ഛേദനയല്ല കേട്ടോ. ഹൃദയ പരിച്ഛേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത അബ്രാഹാമിന് ലഭിച്ചതുപോലെയുള്ള ഒരു പരിച്ഛേദനയാണെന്ന അല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ശരീരം മുഴുവനും ഉരിഞ്ഞു കളഞ്ഞ ഒരു പരിച്ഛേദനയാ എന്നിലും നിങ്ങളിലും വ്യാപരിച്ചിരിക്കുന്നത്. 11-ാം വാക്യം എന്താ പറയുന്നത്? ഒന്നുകൂടെ വായിച്ചട്ടെ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ജഡശരീരം മുഴുവനും അവൻ ഉരിഞ്ഞു കളഞ്ഞതിനാൽ
തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച പരിച്ഛേദന എന്ന് പറയുന്നത് ഹല്ലേലൂയ ശരീരം ഹല്ലേലൂയ മുഴുവനായിട്ടും ഉരിഞ്ഞു കളഞ്ഞത് ഞാനും നിങ്ങളും വിശ്വസിച്ചപ്പോൾ എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനോടുകൂടെ ചേരാൻ, അവനോടുകൂടെ മരിക്കാൻ, ലോകത്തിനോട് നോ പറയാൻ, ജഡത്തിനോട് നോ പറയാൻ എനിക്കും നിങ്ങൾക്കും ഒരു ഹൃദയ പരിച്ഛേദന അവൻ്റെ ശരീരം മുഴുവനും ഉരിഞ്ഞു കളഞ്ഞതിനാൽ നമുക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചാട്ടെ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും, നമ്മുടെ ഈ നമുക്ക് ലഭിച്ച ഹൃദയ പരിച്ഛേദനയാണ് കേട്ടോ. വിശ്വാസത്താൽ യേശുവിൻ്റെ മുഴു ശരീരവും ഉരിഞ്ഞു കളഞ്ഞത് വിശ്വസിച്ചപ്പോൾ എനിക്ക് വേണ്ടിയാണെന്ന്, എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്, എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ച് അപ്പോൾ എന്തുണ്ടായി? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും, ഞാനും നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരിക്കുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ ഹൃദയത്തിന്റെ മരിച്ച അഗ്രചർമ്മം അതെന്തുണ്ടായി? മാറ്റി നമുക്ക് എന്തുണ്ടായി? പരിച്ഛേദന ലഭിച്ചു. എങ്ങനെയാണ്? അവൻ്റെ ശരീരം മുഴുവനും ഉരിഞ്ഞു കളഞ്ഞ ആ ഹല്ലേലൂയ സ്തോത്രം യാഗത്തിൽ നിന്ന് അത് വിശ്വസിച്ചപ്പോൾ എനിക്ക് മുഴുവനായിട്ടും എൻ്റെ ശരീരത്തിന്, എൻ്റെ ഹൃദയത്തിന് ആവശ്യമായ ആ മരിച്ച അവസ്ഥ മാറിയിട്ട് ഒരു പരിച്ഛേദന ലഭിച്ചു. ഇതാണ് ഹല്ലേലൂയ ഹൃദയ പരിച്ഛേദന, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ 13 വായിച്ചട്ടെ. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നോക്കണേ, നമുക്കിതെല്ലാം പറയാനും വായിക്കാനും ബലപ്പെടാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ? നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന സകലത്തിനെയും മാറ്റി, സകലത്തിനെയും അവൻ എടുത്തു കളഞ്ഞു, ഇനി ഒരു ശാപവുമില്ല, രോഗവുമില്ല, നമുക്ക് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ആർക്കാണ് അത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹൃദയ പരിച്ഛേദന ലഭിച്ചവന്, ദൈവ പൈതലിന് ഹല്ലേലൂയ അവൻ ശരീരം മുഴുവനും ഉരിഞ്ഞു കളഞ്ഞ് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി യാഗമായത് ഞാനും നിങ്ങളും വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ എന്തുണ്ടായി? ചിലവർ സ്നാനമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു അവൻ ആ സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെട്ട് അവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ഒരു ഹൃദയ പരിച്ഛേദന ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചിലപ്പോൾ അന്യഭാഷയൊക്കെ പറയാം. പക്ഷെ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഹൃദയ പരിച്ഛേദന, മരിച്ച അവസ്ഥ മാറണം, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ എന്ത് ചെയ്യും? നമ്മുടെ കാഴ്ചവെളിയിലാക്കും, സകല ശാപത്തിനും വിടുവിക്കും. പക്ഷെ നമുക്കൊരു ഹൃദയ പരിച്ഛേദന ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തുണ്ട്? ആ യഹൂദനെ കുറിച്ച് പറയുന്നത് പോലെ ഞാനും നിങ്ങളും സത്യം അറിഞ്ഞവരായിരിക്കും, ഞാനും നിങ്ങളും ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയവരായിരിക്കും, ഞാനും നിങ്ങളും കാര്യങ്ങളെ വ്യക്തമായിട്ട് വിവേചിച്ചറിയാൻ കഴിയുന്നവരായിരിക്കും. ഒന്ന്, അവനെ വി വിൽ എംബോഡി ദ ക്രൈസ്റ്റ് ഇൻ us. നമുക്ക് വേണ്ടി മുഴു ജഡവും പരിച്ഛേദനയേറ്റവനെ നാം വഹിക്കുന്നവരായി തീരും. നമ്പർ 1. നമ്പർ 2, നമ്മൾ കുരുടർക്ക് വഴികാട്ടിയായിരിക്കും. ഞാനും നിങ്ങളും എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദന വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ചുറ്റുമുള്ളവർക്ക് തിരിച്ചറിയാം, എനിക്ക് തിരിച്ചറിയാം, ഹല്ലേലൂയ ഞാൻ അവർക്ക് വഴികാട്ടിയാകും, ഇരുട്ടിൽ അവർക്ക് വെളിച്ചമാകും, അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരായിരിക്കും. ഞാനും നിങ്ങളും കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവർ. മൂന്നാമതായിട്ട് ഹല്ലേലൂയ അടുത്ത തലമുറകളെ പഠിപ്പിക്കുവാൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും ഉതകുന്നവരായിരിക്കണം. സ്തോത്രം. ടീച്ചിങ് ദ യങ് പീപ്പിൾ, ദ നെക്സ്റ്റ് ജനറേഷൻ. ഹല്ലേലൂയ. നമ്മൾക്ക് സ്കൂൾ ടീച്ചറോ സൺഡേ സ്കൂൾ ടീച്ചറൊക്കെ ആകാം കേട്ടോ, പക്ഷേ ഹൃദയ പരിച്ഛേദന ഇല്ല എങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
എന്നെയും നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത് ഹൃദയ പരിച്ഛേദന അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ ഞാനും നിങ്ങളും നടക്കണം. അക്ഷരത്തിലല്ല, ആത്മാവിൽ ഹൃദയ പരിച്ഛേദന വേണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ അത് നമ്മിൽ നടക്കട്ടെ, സ്നാനത്താൽ അത് നമ്മിൽ നടക്കട്ടെ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മിൽ നടക്കട്ടെ. ബൈ ഹിസ് സ്പിരിറ്റ് ആൻഡ് നോട്ട് ബൈ ദ ലെറ്റർ. ഹല്ലേലൂയ. ഈ വർഷം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ബൈ ഹിസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് അന്യഭാഷയല്ല, ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് ഹല്ലേലൂയ ബലങ്ങളല്ല, വരങ്ങളല്ല. ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് ഹൃദയ പരിച്ഛേദനയുടെ ഒരു സീല് നടക്കണം. ആമേൻ. ഒരു മുദ്രയായിരിക്കണം. എൻ്റെ ഹൃദയ അബ്രാഹാമിനെ വിശ്വാസത്തെ നീതിയായിട്ട് അതിനെ ആ പരിച്ഛേദന ഒരു മുദ്രയായിട്ട് മാറ്റപ്പെട്ടെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഹല്ലേലൂയ അവനോട് ചേർന്നതിൻ്റെ ഒരു ഹല്ലേലൂയ ഒരു പ്രതീകമായിട്ട് ഹല്ലേലൂയ നമ്മുടെ പരിച്ഛേദന നിൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ പരിച്ഛേദന. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. നോട്ട് ദ ലെറ്റർ. അക്ഷരമല്ല, ആത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷരത്തിൻ്റെതായ ആ പഴക്കത്തിൽ ആത്മാവിൻ്റെതായ പുതുക്കത്തിൽ അവനെ ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും അപ്രകാരമായി. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് അപമാനം വരുത്തുന്നവരായിട്ടല്ല, അവനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട്, അഭിമാനം വരുത്തുന്നവരായിട്ട് ഞാനും നിങ്ങളും ആയിത്തീരും. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു പാട്ടുപാടി കർത്താവിനെ എല്ലാവരും ദിവസവും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ നമുക്ക് പാടാം. ഹൃദയ പരിച്ഛേദന നമുക്ക് വേണം. ഹല്ലേലൂയ. നമ്മൾ നന്മകൾ അനുഭവിക്കുന്നവരാണ്. നമുക്ക് അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഒരുപാട് നമുക്ക് പേരും പ്രസിദ്ധിയും എല്ലാം ഉണ്ട്, നല്ല പാരമ്പര്യമുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അക്ഷരത്തിലല്ല, കേട്ടോ, മറിച്ച് ഹല്ലേലൂയ ആത്മാവിൽ ഒരു പരിച്ഛേദന എനിക്ക് നിങ്ങൾക്കും ആവശ്യം.